നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ പുതുവർഷത്തിനായിട്ട് കാത്തിരിക്കുകയാണ് അല്ലെ. 2026 പടിവാതിലിൽ എത്തിക്കഴിഞ്ഞു. പുതുവർഷത്തെ ഏറെ പ്രത്യാശകളോടെ, പ്രതീക്ഷകളോടെ, പ്രാർത്ഥനകളോടെ വരവേൽക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇക്കഴിഞ്ഞ ഒരു വർഷക്കാലം കടന്നുപോയിക്കൊണ്ടിരുന്നത്. നല്ല ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം, പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം, നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. 2026 പുതുവർഷം ചില നാളുകാർക്ക് ജ്യോതിഷപ്രകാരം നേട്ടങ്ങളും ചിലർക്ക് നഷ്ടവുമെല്ലാം പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചില നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഈ ഒരു 2026 രാജയോഗത്തിനുള്ള സാധ്യതയുള്ള നക്ഷത്രക്കാര്, അത്രയധികം ഭാഗ്യങ്ങൾ കടന്നു വരുന്ന നക്ഷത്രക്കാര്, ഗജകേസരി യോഗം ഉള്ള നക്ഷത്രക്കാര്, ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രക്കാര്. അപ്പൊ ഞാൻ ഇന്നിവിടെ പറയുന്ന ഈ നക്ഷത്രങ്ങളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2026 നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഒരു വർഷങ്ങളായിരിക്കും, പല നേട്ടങ്ങളും സമ്മാനിക്കുന്ന ഒരു വർഷമായിട്ട് മാറും. അപ്പൊ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈശ്വരാനുഗ്രഹമുള്ള, ഭഗവാന്റെ എല്ലാ രീതിയിലുള്ള അനുഗ്രഹവും സിദ്ധിച്ച ആ നാളുകാർ ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ ഞാൻ പറയുന്നത് 2026 ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഇതിൽ 4 നക്ഷത്രക്കാരുണ്ട്. പൂരാടം, മകയിര്യം, ആയില്യം, രേവതി എന്നിവയാണ് ഈ 4 നക്ഷത്രങ്ങൾ. ഇവർക്ക് വ്യാഴം, ശനി, ശുക്രൻ, ചൊവ്വ, ബുധൻ എന്നിവ ധനസ്ഥാനത്തെ ഉപദ്രവിക്കുന്നില്ല. മാത്രമല്ല ശുഭമായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുദൃഷ്ടിയും ശുഭമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലോട്ടറി, ചിട്ടി തുടങ്ങിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും 2026. ഇനി അടുത്തത് ചതയം, ചോതി, തിരുവാതിര എന്നീ 3 നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ആരോഗ്യരംഗത്തും സാമ്പത്തിക രംഗത്തും ഉണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഈ 3 നക്ഷത്രക്കാര്, അതായത് ചതയം, ചോതി, തിരുവാതിര, ഈ 3 നക്ഷത്രക്കാരും ഇപ്പോൾ ഒരൽപ്പം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെയും തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങൾക്ക് 2026 പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവരോട് എടുത്തു പറയാനുള്ള കാര്യം, ശനിയുടെ ദൃഷ്ടി നേർരേഖയിലൂടെ വരുന്നതിലൂടെ ജീവിതം വഴിമാറി നല്ല ഗുണത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. കേസരി എന്നത് സൂചിപ്പിക്കുന്നത് സിംഹത്തിന്റെ കരുത്തും ശാന്തമായ ഭാവവുമാണ്. അടുത്തത് ഗജകേസരി യോഗമുള്ള നക്ഷത്രക്കാരാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം നാളുകാർക്കാണ് ഇത് ആദ്യം പറയുന്നത്. ഇവർക്ക് പുതുവർഷം കേസരി യോഗത്തിന്റെ ഫലം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. ജീവിതത്തിലെ പ്രതീക്ഷിക്കാത്ത കുതിച്ചുചാട്ടം ഉണ്ടാകും. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ യോഗഫലം പൂർണ്ണമായിട്ട് ലഭിച്ചില്ലെങ്കിലും 2ാം പകുതിയിൽ, അതായത് 6 മാസത്തിന് ശേഷം ഇതിൽ തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് ലഭ്യമാകും എന്നുള്ളത് 100% ഉറപ്പാണ്. ചിലർക്കിത് ഗാർഹികമായോ ചിലർക്ക് കർമ്മമേഖലയിലോ ആകാം കൂടുതലായിട്ട് ഗുണം ലഭിക്കുന്നത്. കർമ്മമേഖലയിൽ കൂടുതൽ ഗുണം ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട്. ജീവിതത്തിലെ ഇതുവരെ ലഭിക്കാത്ത സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. ഇനി അടുത്തത് ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാർക്കാണ് അടുത്തതായിട്ട് ഭാഗ്യം വരുന്നത്. ഇവരെ തേടിയെത്തുന്നത് രാജയോഗമാണ്. അത്യപൂർവമായിട്ടുള്ള സാമ്പത്തിക വളർച്ചയാണ് ഇവർക്ക് വരാൻ പോകുന്നത്. ജീവിതത്തിലെ വലിയ മാറ്റം തന്നെ ഇവർക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക വളർച്ച മൂലം നിങ്ങൾക്ക് പലതരത്തിലുള്ള ഉയർച്ചകളും ഉണ്ടാകും. നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ ധാരാളം ഉണ്ടാകും. സ്വയമേ സംരംഭം തുടങ്ങി വലിയ തോതിൽ മെച്ചപ്പെടാനും സമൂഹത്തിൽ ജനസമ്മിതി വർദ്ധിക്കാനും യോഗം കാണുന്നുണ്ട്. ഇനി അടുത്തത് പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഇവരാണ് അടുത്ത സമ്പൂർണ്ണ രാജയോഗമുള്ള നക്ഷത്രക്കാർ എന്ന് പറയുന്നത്. ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇവർക്ക് കാണുന്നുണ്ട്. പുതുവർഷാരംഭത്തിൽ തന്നെ ഇവർക്ക് ധനാഗമനത്തിനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ കയ്യിലേക്ക് ധനം വന്നു ചേരുന്നതായിരിക്കും. ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം. എന്നാൽ അതിനൊക്കെയും ഒരു മാറ്റം വരാനുള്ള സമയമാണ് ഇനി നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്.
കുടുംബത്തില് സമാധാനമുണ്ടാകാം. ഇത് രണ്ടാം പകുതിയിൽ അനുഭവിച്ചറിയാം എന്നുള്ളതാണ്. ആദ്യ പകുതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും രണ്ടാം പകുതി ആകുമ്പോഴേക്കും, അതായത് 6 മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തില് വലിയ വലിയ മാറ്റങ്ങൾ, വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ഈ കൂട്ടത്തിൽ തന്നെ രാജയോഗം അനുഭവിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള നക്ഷത്രങ്ങളാണ് ഭരണി, പൂരം, പൂരാടം നാളുകാര്. ഇവർക്ക് ശനിയും വ്യാഴഫലങ്ങളും സമ്പൂർണമായിട്ട് അനുകൂലമാണ്. നമുക്കറിയാം, ശനി അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ദുഃഖദുരിതങ്ങൾ ഇല്ലാതാവും. വ്യാഴം അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയും സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങി നല്ല രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത് വളരെ അപൂർവമായിട്ട് വരുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ല. അപ്പോൾ ആ ഒരു ഭാഗ്യം ഇത്തവണ വന്നിരിക്കുന്നത് ഈ നക്ഷത്രക്കാർക്കാണ്, ഭരണി, പൂരം, പൂരാടം നാളുകാർക്കാണ്. അപ്പോൾ കർമ്മമേഖല പൂർവാധികം ശക്തി പ്രാപിക്കും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ജനുവരിക്ക് ശേഷം ജോലി ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. വൻ സമ്പത്തിന് അർഹരായി തീരാനുള്ള ഒരു യോഗം ഇവർക്ക് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2025 അവർക്ക് അത്ര ശുഭകരമായിരുന്നില്ല. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ആ ഒരു തുടർച്ചയെന്നോണം അവർ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെയും ഒരു മാറ്റം വരാൻ പോവുകയാണ്. രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിനെ പോലെ ജീവിക്കാനുള്ള, അത് മനസമാധാനത്തിന്റെ കാര്യത്തിലായാലും ധനപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും എല്ലാത്തിലും അതിനുള്ള ഒരു യോഗം നിങ്ങളെ തേടി വരുന്നതാണ് ഈ ഒരു 2026. കർമ്മമേഖലയാണ് ഇവർക്ക് ഏറെ ഭാഗ്യം പറയുന്നത്. കർമ്മമേഖലയിലെ ഉയർച്ച തന്നെ നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. വ്യാഴത്തിന്റെ അനുഗ്രഹമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദൈവിക ശക്തി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. ഈശ്വരഭക്തി തുടരുക. ഈശ്വരാനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക. ജീവിതത്തില് വലിയ വലിയ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്കൊക്കെയും 2026 നൽകുന്നതായിരിക്കും. 2025 പഴിച്ചുകൊണ്ട് 2026 കടക്കുന്നവരായിരിക്കും ഇവരിൽ ഭൂരിഭാഗം ആളുകളും. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമായിരുന്നു എന്നുള്ളതൊന്ന് കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. എന്നാൽ ഇനി നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. 2026 ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ നക്ഷത്രക്കാർക്കും വലിയ ഒരു നന്മയുടെ കാലമായിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഭാഗ്യം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും എന്നുള്ളതാണ്. നല്ല ഒരു പുതുവർഷത്തിനായിട്ട് നമുക്ക് എല്ലാ രീതിയിലുള്ള നന്മകളും ഉണ്ടാവാനായിട്ട് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.